അല്ലെ ന്യൂ ജനറേഷൻ്റെ ഇടയിലേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ചിത്രം എത്തിക്കുകയും ആ ചിത്രം ഇത്രയും അധികം സ്വീകാര്യത നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ സംവിധായകൻ്റെയും ഒക്കെ കഴിവെന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്കത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ചിത്രം എടുത്ത് ഇത്രയും അധികം വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ അവരുടെ എഫേർട്ട് എത്രത്തോളം ഉണ്ടാവും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിമുഖതയാണ്. എന്നാൽ മമ്മൂക്കയുടെ ഈ ഒരു ചിത്രം വന്നപ്പോൾ നമ്മളെല്ലാവരും അത് ഒരേപോലെ തന്നെ തിയേറ്ററിലേക്ക് പോയി അത് കാണണമെന്നുള്ളത് നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടതാണ് അല്ലേ. അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ദൃശ്യ അനുഭവം ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സിനിമകൾ, അതായത് മലയാളത്തിൽ മാത്രമല്ല ഹോളിവുഡിലായിക്കോട്ടെ ഏത് അന്യഭാഷയിലും ആയിക്കോട്ടെ എവിടെയും നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തൊരു ദൃശ്യാനുഭവമാണ് ഭ്രമയുഗം നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത്. 200 രൂപ മുടക്കിയാൽ എന്താ, നമുക്ക് ആ മുടക്കിയ കാശിന് വേർത്തായിരുന്നു, നമുക്കത് ഗ്യാരണ്ടീഡ് ആയിരുന്നു, വാറണ്ടി കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടി കമ്പനിയുടെ അണ്ടറിൽ ഒരു സിനിമ ഇറങ്ങി